സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതെ, കഞ്ഞിവെള്ളം കൊണ്ടും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോയാലോ. കഞ്ഞിവെള്ളമാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് ഫ്രഷ് കഞ്ഞിൻ്റെ വെള്ളം ആദ്യം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് ഐസാക്കി എടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രീസറിലാണ് കേട്ടോ വെക്കണത്, ഫ്രിഡ്ജിലല്ല, അത് മറന്നു പോകരുത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ടേക്ക് 1-2 ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഐസ് ഇവിടെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ, വാനില എസൻസ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ജ്യൂസ് അടിക്കാൻ വേറെ പാലും പഴമൊന്നും തിരഞ്ഞു നടക്കണ്ട കേട്ടോ. നമ്മുടെ ഫ്രഷ് കഞ്ഞിൻ്റെ വെള്ളം തന്നെ മതിയെന്ന്. ഇനി ഇത് അടിച്ചു കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. ഇത് കഞ്ഞിവെള്ളമാണെന്ന് കഞ്ഞിവെള്ളത്തിന് പോലും മനസ്സിലാകൂല, സത്യം. അത്രയും ടേസ്റ്റിയാണ്, പൊളിയാണ്. മസ്റ്റായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയും രുചിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.